ഓൾ റൈറ്റ്. സോ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധികം ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് വൈബ് കോഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വൈബ് കോഡിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ AI യൂസ് ചെയ്ത് കോഡ് ചെയ്യുന്ന ആ ഒരു ഹോൾ പ്രോസസ്സിന് ഒരാളിട്ട നെയിമാണ് അല്ലെങ്കിൽ കോയിൻ ചെയ്ത ടേമാണ് ഈ ഒരു വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഈ വൈബ് കോഡിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർസും ആപ്സൊക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളെ ലൈക്ക് വെൽ ഓവർ എ ഇയർ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ലാസ്റ്റ് ഇയർ ഈ ടൈം, അതായത് 2024 ഡിസംബർ ടൈമിൻ്റെ അകത്തും ഈ 2025 ഈ ഒരു ഡിസംബർ ടൈം ആയപ്പോഴത്തേനും എത്രത്തോളം അഡ്വാൻസ്മെൻറ്റ്സ് ആണ് ഈ ഒരു കോഡിംഗ് സ്പേസിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ടൈം ഞാനൊരു എനിക്ക് തോന്നി നമ്മുടെ ChatGPTയും അതേപോലെ തന്നെ ഈ ക്ലോഡൊക്കെ ഭയങ്കര പോപ്പുലറായി വന്ന സമയത്ത് അത് നമുക്ക് പ്രോപ്പറായിട്ടൊരു വൈബ് കോഡിംഗ് ടൂൾസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടിനോട് തന്നെ എനിക്ക് ഇന്നൊരു ആപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കും ആൻഡ് അത് ഡയറക്റ്റ്ലി കുറച്ച് കോഡ് നമുക്ക് തരും. മാനുവലി നമ്മൾ ID ഓപ്പൺ ചെയ്തിട്ട് ഓരോരോ ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോഡൊക്കെ പേസ്റ്റ് ചെയ്ത് അപ്പോൾ കുറേ എറേഴ്സ് ഉണ്ടാകും, അതും മാനുവലി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഭയങ്കരധികം ടീഡിയസ് പ്രോസസ്സായിരുന്നു ബാക്ക് ഇൻ ദ ഡേ, ലൈക്ക് ഒരു വർഷം മുമ്പ്. ഫാസ്റ്റ് ഫോർവേഡ് 12 months നൗ, ഇപ്പോൾ ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് AI കോഡിംഗ് ടൂൾസ് ഔട്ട് ദർ മൈൻഡ് ബ്ലോയിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരു കോഡിംഗ് നോളേജ് ഇല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്സ് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ടാക്കണം എന്ന് മാത്രം അറിയാം. ഇതാണ് എൻ്റെ ആപ്പ്, ഇങ്ങനത്തെ ഒക്കെ ഫീച്ചേഴ്സ് എനിക്ക് വേണം ആൻഡ് ഇതാണ് എൻ്റെ ആപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് മാത്രം മതി നിങ്ങൾക്ക്. ഇപ്പോൾ ഓരോ AI കോഡിംഗ് ടൂൾസ് ഉണ്ടല്ലോ, കേഴ്സർ ഉണ്ട്, V0 ഉണ്ട്, റെപ്ലിറ്റ് ഉണ്ട്, ലവബിൾ ഉണ്ട്, ബോൾട്ട് ഉണ്ട്, എമർജൻ്റ് AI ഉണ്ട്, ട്രേ AI ഉണ്ട്, ആൻറ്റി ഗ്രാവിറ്റി ഉണ്ട്, ഫയർ ബേസ് സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ എന്താ നമുക്ക് ടെമ്പോ AI ഉണ്ട്, റിഫ് ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ പേര് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ കുറേയധികം ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലുമൊക്കെ ഒരു ടൂൾസ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് പറയുക, ഓക്കെ AI, ഐ വോണ്ട് ടു മേക്ക് ദിസ് കൈൻഡ് ഓഫ് എൻ ആപ്പ്, ദീസ് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ഐ വോണ്ട് ആൻഡ് മേ ബി ഡേറ്റാബേസിന് വേണ്ടി എനിക്ക് സൂപ്പർ ബേസ് യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കസ്റ്റം പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യണം, എനിക്ക് ഒതൻറ്റിക്കേഷൻ ആഡ് ചെയ്യണം, എനിക്ക് ഫയൽ സ്റ്റോറേജ് ആഡ് ചെയ്യണം, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പ്രോംപ്റ്റ് ആയി കൊടുത്തിട്ട് നിങ്ങൾ എൻ്റർ ഞെക്കിയിട്ടുണ്ടെങ്കിൽ the AI will instantly start creating the project. It will create all the files, write all the code and do pretty much everything for you. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ്സും കാര്യങ്ങളെ പറ്റിയൊരു നല്ല ധാരണ ഉണ്ടായാൽ മാത്രം മതി ആൻഡ് യു ക്യാൻ ഗിവ് എ പ്രോംപ്റ്റ് ആൻഡ് ദി AI വിൽ ഗെറ്റ് ഗോയിങ്. അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് AI കോഡിംഗ് ടൂൾസ് ലൈക്ക് ഹ്യൂമൻസ് വിൽ മേക്ക് മിസ്റ്റേക്ക്, ബട്ട് ടെസ്പ്രൈറ്റ് പോലെയുള്ള വേറെ കുറേ അധികം AI ടെസ്റ്റിംഗ് ടൂൾസും അവൈലബിൾ ആണ്. ബേസിക്കലി നിങ്ങൾ AI യൂസ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആപ്പ് എന്താണെന്ന് വെച്ചാൽ ബിൽഡ് ചെയ്തു, എന്നിട്ട് നമുക്ക് വേറൊരു AI സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഏജൻറ്റ് ഉണ്ട്. ആ ഏജൻറ്റിൻ്റെ അടുത്ത് കൊടുത്തിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റി ബഗ്സോ ലൂപ്പ് ഹോൾസോ വൾണറബിലിറ്റീസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ AI നമുക്ക് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു തരും. ഇനി ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ ഫ്രണ്ട് എൻഡ് ടെസ്റ്റ് ചെയ്യാം, ബാക്ക് എൻഡ് ആണെങ്കിൽ ബാക്ക് എൻഡ് ടെസ്റ്റ് ചെയ്യാം. ഐ നോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ടു പ്രോസസ്, ബട്ട് എനി വിച്ച് വൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഈസ് വൈബ് കോഡിംഗ്, ഏതാണ് പോപ്പുലർ ആയിട്ടുള്ള വൈബ് കോഡിംഗ് ടൂൾസ്, ഹൗ ഡസ് ഇറ്റ് വർക്ക് ആൻഡ് കുറേ ആൾക്കാർ പറയാറുണ്ട് AI കൊണ്ട് അത്രയധികം കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസോ ആപ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആൻഡ് ഐ വോണ്ട് ടു പ്രൂവ് ദം റോങ് ആൻഡ് ഓൾസോ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ ഒരു റിയൽ സോഫ്റ്റ്വെയർ AI യൂസ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ദിസ് ഈസ് വൺ സ്റ്റോപ്പ് ഗൈഡ് ഫോർ എവറിത്തിങ് അബൌട്ട് വൈബ് കോഡിംഗ് ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വൈബ് കോഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ AI യൂസ് ചെയ്ത് കോഡ് ചെയ്യുന്നതിനെ പറ്റി ഒരു നല്ല ധാരണ ഉണ്ടാകും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് എക്സാക്ട്ലി ഈസ് വൈബ് കോഡിംഗ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക്, ആ ഒരു ടേം യൂസ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വൈബ് കോഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി AI യൂസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആപ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് വെബ്സൈറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ബേസിക് ആയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HTML, CSS ആൻഡ് JavaScript ആണ്. ഓക്കെ, ആൻഡ് ഇന്നത്തെ കാലത്ത് ദാറ്റ് അലോൺ വോണ്ട് കട്ട് ഇറ്റ്, ബട്ട് എനി വിച്ച് വൈസ് ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ലാൻഡിംഗ് പേജസ് അല്ലെങ്കിൽ സിമ്പിൾ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഈ ഓരോരോ കാര്യങ്ങളെപ്പറ്റി ഒരറിവും ഇല്ലാത്ത ഒരാൾക്ക്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഒരു റെസ്റ്റോറൻറ്റ് ഓണർക്ക് അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഒരു സ്മോൾ ബിസിനസ് ഓണറിന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. ആൻഡ് അവരിപ്പോൾ പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി സർവീസസിനൊക്കെ അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്പറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ കോട്ട് അറ്റ്ലീസ്റ്റ് 10,000 rupees ഫോർ ക്രിയേറ്റിംഗ് എ 3-page വെബ്സൈറ്റ്, റൈറ്റ്? ദാറ്റ് ഈസ് ദ ബെയർ മിനിമം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഈ ഒരു ലെറ്റ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഓണറിന് ജസ്റ്റ് ഒരു AI ടൂൾ ഓപ്പൺ ചെയ്തിട്ട് ഇതൊക്കെയാണ് എൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ, ഇതൊക്കെയാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, ഇതാണ് എൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ ആൻഡ് പ്ലീസ് ക്രിയേറ്റ് മൈ ലാൻഡിംഗ് പേജ് ഓർ ലെറ്റ്സ് സം അതർ പേജസ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദി AI വിൽ ആക്ച്വലി ബിൽഡ് ദ വെബ്സൈറ്റ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ദേ വിൽ ഈവൻ ഡിപ്ലോയ് ഇറ്റ്. ദി AI ഇറ്റ്സെൽഫ് വിൽ ഡിപ്ലോയ് ഇറ്റ് ആൻഡ് ഗിവ് എ ലൈവ് URL ആൻഡ് വേണമെങ്കിൽ ആൾക്ക് എന്നിട്ട് കസ്റ്റം ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ട് വെബ്സൈറ്റ് ലൈവ് ആക്കാൻ പറ്റും. അപ്പോൾ വൈബ് കോഡിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് മാത്രം ഒരു പ്രോംപ്റ്റായി AI പറഞ്ഞുകൊണ്ട് നമുക്ക് AI കൊണ്ട് കോഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് വെബ്സൈറ്റ്സും ആപ്പ് ഉണ്ടാക്കുന്ന ഒരു ഹോൾ പ്രോസസ്സാണ് വൈബ് കോഡിംഗ്. ബേസിക്കലി നമുക്ക് കുറേയധികം AI കോഡിംഗ് ടൂൾസ് ഉണ്ട് ആൻഡ് ഈ ഓരോരോ AI കോഡിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സോഫ്റ്റ്വെയർസും ആപ്സ് ഉണ്ടാക്കുന്നതാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം വൈബ് കോഡിംഗ് എന്താണെന്നും ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാവില്ലേ?
അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കുറേ അധികം വൈബ് കോഡിംഗ് ടൂൾസ് അല്ലെങ്കിൽ AI കോഡിംഗ് ടൂൾസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ കാണുന്ന ഞാനിപ്പോൾ ഇവിടെ എല്ലാ ടൂൾസും ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കാണുന്ന എല്ലാ ടൂൾസും ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ ആക്ച്വലി എനിക്ക് വേറൊരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുണ്ട്. ആ ഒരു ചാനലിൻ്റെ അകത്ത് ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് ഉള്ളതിൽ നല്ലൊരു ശതമാനം AI ടൂൾസും വൈബ് കോഡിംഗ് ടൂൾസും ഒക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഇൻഡിവിജ്വൽ റിവ്യൂസ് അതിപ്പോൾ ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന എല്ലാ ടൂൾസിനെ പറ്റിയുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ പറ്റും. ആൻഡ് അഗെയിൻ ആ ചാനലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് അഗെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ കേസർ ഉണ്ട്, വിച്ച് ഈസ് ബേസിക്കലി an IDE that you install on your computer. പിന്നെ നമുക്കിവിടെ ലവബിൾ ഉണ്ട്, പിന്നെ നമുക്ക് rocket.new ഉണ്ട്, റീസെൻ്റ്ലി റിലീസ് ആയിട്ടുള്ള ആൻറ്റി ഗ്രാവിറ്റി ഉണ്ട്, റെപ്ലിറ്റ് ഉണ്ട്, ബോൾട്ട് ഉണ്ട്, കൊമ്പായി ഉണ്ട്, എമർജൻ്റ് ഉണ്ട്, വിൻസർഫ്, ട്രേ, റിഫ്, പിന്നെ റോർക്ക് ഉണ്ട്, വൈബ് കോഡ് ആപ്പ് ഉണ്ട്, ഡ്യുവലൈറ്റ് ആൽഫ ഉണ്ട്, V0 ഉണ്ട്, ട്രേസർ AI ഉണ്ട്, ഗിറ്റ്ഹബ് കോപൈലറ്റ് ഉണ്ട്, ക്ലൈൻ ഉണ്ട്, റൂക്കോഡ് ഉണ്ട്, കിറോ ഉണ്ട്, കോഡർ ഉണ്ട്, ഫയർബേസ് സ്റ്റുഡിയോ ഉണ്ട്, VWeb ഉണ്ട്, Z ഉണ്ട്, സെൻകോഡർ ഉണ്ട്, ജൂൾസ് ഉണ്ട്, MGX ഉണ്ട്, ഹോസ്റ്റിംഗർ ഹൊറൈസൺ ഉണ്ട്. ആൻഡ് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രെറ്റി ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ചധികം ടൂൾസിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല ഇതിലും കൂടുതൽ കുറേ അധികം AI കോഡിംഗ് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫ്ലോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് എ ലവബിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ടുവേഴ്സ് ദി സെൻറ്റർ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടത് അത് ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് എനിക്കൊരു ബ്ലോഗ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സാസ് ലൈക്ക് സം കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനിവിടെ എൻ്റർ ഞെക്കിയാൽ മാത്രം മതി. അപ്പോൾ ഏതൊരു ടൂൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ദ പ്രോസസ് ആൻഡ് ദ ഫ്ലോ ഈസ് പ്രിറ്റി മച്ച് ദ സെയിം. rocket.newൽ വന്നിട്ടുണ്ടെങ്കിലും യു ഹാവ് എ പ്ലേസ് ടു എക്സ്പ്ലെയിൻ വാട്ട് യു നീഡ്. റെപ്ലിറ്റിൻ്റെ കേസിലും അത് തന്നെയാണ്, ഇനി ബോൾട്ടിൻ്റെ കേസിലും അത് തന്നെയാണ്, ഇനിയിപ്പോൾ റിഫിൻ്റെ കേസിലാണെങ്കിലും അത് തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് തരം ടൂൾസ് ഉണ്ട്. ഒന്ന് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ലോക്കലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ട ടൂൾസും, ഒന്ന് കംപ്ലീറ്റ്ലി വെബ് ബ്രൗസറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ കേസർ ഉണ്ട്. ഈ കേസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് ഈ കേസർ എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂളും കേസറാണ്. സോ ഇവിടെ ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ ലേറ്റർ ഇൻ ദിസ് വീഡിയോ ഈ കേസർ യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ ആപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാന്ന് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ബേസിക്കലി ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇനിയിപ്പോൾ എനിക്ക് അത്രയും കോംപ്ലക്സും ടെക്നിക്കലും ആവണ്ട, പക്ഷേ ഐ വാണ്ട് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ക്വിക്ക് ആൻഡ് വാണ്ട് ടു ബിൽഡ് സംതിങ് ഈസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ rocket.new അല്ലെങ്കിൽ lovable.dev, റെപ്ലിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വെബ് ബ്രൗസറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യോ ഇൻസ്റ്റാൾ ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. യു ക്യാൻ സൈൻ അപ്പ് ഫോർ എ ന്യൂ അക്കൗണ്ട്. അവരുടെ വൺ ഓഫ് ദ പെയ്ഡ് പ്ലാൻസിലേക്ക് മോസ്റ്റ് പ്രോബ്ലി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ബിൽഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെപ്ലിറ്റ് എടുത്ത് നോക്കിയിട്ട് അവിടെ ആപ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഇന്നലെ എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒരു ആപ്പാണിത്, ജെമിനി ക്യാൻവാസ്. ആൻഡ് വാട്ട് എക്സാക്ട്ലി ഡസ് ഇറ്റ് ഡു? ബേസിക്കലി ഇന്നലെ റീസെൻ്റ്ലി റെപ്ലിറ്റിൻ്റെ അത് സ്ട്രൈപ്പ് ഇൻറ്റിഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിലേക്ക് സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ്സോ വൺ ടൈം പേയ്മെൻറ്റ്സോ ഒക്കെ ഈസിലി ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലോബൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ സർവീസ് പ്രൊവൈഡറാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ ക്ലിക്കും കൊണ്ട് ഞാൻ ഒറ്റ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഐ വാസ് ഏബിൾ ടു ഇൻകോർപ്പറേറ്റ് സ്ട്രൈപ്പ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ ആപ്പ്. ആൻഡ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഈ ഒരു ആപ്പ് ഇൻ ജസ്റ്റ് എ സിംഗിൾ ഓർ ടു പ്രോംപ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ആപ്പാണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു AI പവേർഡ് ഇമേജ് ജനറേഷൻ വെബ്സൈറ്റാണ്. സോ ബേസിക്കലി ഒരാൾക്ക് വന്നിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. ആൻഡ് അഗെയിൻ ഓതൻറ്റിക്കേഷൻ ഉണ്ട്. ഓർ മേ ബി ഐ ഓപ്പൺ ഇറ്റ് അപ്പ് ഇൻ എ ന്യൂ ടാബ്. ഓക്കെ, സോ ഞാൻ ലോഗിൻ ഞെക്കാം, എന്നിട്ട് പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. അലൗ ദ യു ഗോ. അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ഒരു ആപ്പിലേക്ക് ഞാൻ ലോഗ്ഡ് ഇൻ ആണ്. അപ്പോൾ ഈ ഒരു ആപ്പിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പിൽ ഫയൽ സ്റ്റോറേജ് ഉണ്ട്, ഡേറ്റാബേസ് ഉണ്ട്, ഓതൻറ്റിക്കേഷൻ ഉണ്ട്, പേയ്മെൻറ്റ് ഇൻറ്റിഗ്രേഷൻ ഉണ്ട്, ആൻഡ് AI ഇൻറ്റിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഒരു പ്രോംപ്റ്റ് ഒരാൾക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രോംപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യാം. ആൻഡ് ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ഞെക്കാം. ആൻഡ് ഇറ്റ് സേസ് ക്രിയേറ്റിംഗ് എ മാസ്റ്റർ പീസ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. സോ ദ യു ഗോ, നമുക്കിവിടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. ആൻഡ് വേണമെങ്കിൽ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഗാലറി എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമേജസിൻ്റെയും ഹിസ്റ്ററി എനിക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് വേണമെങ്കിൽ അതെനിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു പേജിൽ എനിക്ക് കിട്ടുന്നതായിരിക്കും. സോ ദ യു ഗോ, ജനറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമേജസും എനിക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഓരോ വട്ടം നമ്മൾ ഇമേജസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൗണ്ടർ ഇവിടെ അപ്രോപ്രിയേറ്റ്ലി ഇൻക്രീസ് ആകും. ആൻഡ് എനിക്ക് വേണമെങ്കിൽ എനിക്ക് എൻ്റെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാം. സോ റൈറ്റ് നൗ ഇന്നലെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് എൻ്റെ $25 പെർ മന്ത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാനിലാണുള്ളത്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഞാൻ ഫ്രീ പ്ലാനിലായിരുന്നു, എനിക്ക് ബേസിക് പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അപ്ഗ്രേഡ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് സ്ട്രൈപ്പ് ചെക്കൗട്ട് സെഷൻ. ദ യു ഗോ, സ്ട്രൈപ്പ് ഇൻറ്റിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഇൻറ്റിഗ്രേഷൻ ഇസ് ഓൾറെഡി ടേക്കൺ കെയർ ഓഫ്. ലൈക്ക് വെബ് ഹുക്സ്, ഡേറ്റാബേസ് ടേബിൾസ് എല്ലാം ക്രിയേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പോയിട്ട് ഇപ്പോൾ എൻ്റെ ആ ഒരു ലെറ്റ്സ് പേയ്മെൻറ്റ് ഇൻഫർമേഷനൊക്കെ എൻ്റർ ചെയ്തിട്ട് ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ സിംപ്ലി ഗോ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ആ ഒരു പെയ്ഡ് പ്ലാൻ എൻ്റെ അക്കൗണ്ടിൽ ആക്റ്റീവ് ആയിരിക്കും. ഓൾറൈറ്റ്. ആൻഡ് അഗൈൻ ഞാൻ ഇപ്പോൾ ഡേറ്റാബേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഡേറ്റയും പെർസിസ്റ്റൻ്റ് ആണ്, നമുക്ക് ഡേറ്റാബേസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു എ ഡെമോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് നിൽക്കുന്നുണ്ട്. ആൻഡ് മേ ബി ഐ ക്യാൻ ക്ലോസ് ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ടൂൾസ് ആണ്. ആൻഡ് ഈ ഓരോരോ ടൂൾസിനെ പറ്റി ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഫോർ എവർ. പക്ഷേ വിച്ച് വൈബ് കോഡിംഗ് ടൂൾ ഷുഡ് യു യൂസ് എന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്നോട് ചോദിക്കുക, ലൈക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എനിക്കറിയാം കുറേ അധികം AI കോഡിംഗ് ടൂൾസ് ഉണ്ട്. ആൻഡ് ഇനിയിപ്പോൾ എന്നോട് പറയാണ് ഗോയിങ് ഫോർവേഡ് നിനക്ക് 3 ടൂൾസാണ് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് ഓഫ് ഇപ്പോഴത്തെ അഡ്വാൻസ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫീച്ചർ സെറ്റ് വെച്ചിട്ട് നമുക്ക് 3 ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ ഓഫ് കോഴ്സ് ഞാൻ കേഴ്സറാണ് പ്രിഫർ ചെയ്യുക. സെക്കൻഡ് ക്ലോഡ് കോഡ്. ആൻഡ് തേർഡ് ഞാനൊരു റെപ്ലിറ്റോ അല്ലെങ്കിൽ ഒരു ലവബിളോ ചൂസ് ചെയ്യും. അപ്പോൾ ഇതിന് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേഴ്സറും ക്ലോഡ് കോഡും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടെക്നിക്കലായ ആൾക്കാർക്കുള്ളൊരു ടൂളാണ്. ബട്ട് ദ കൈൻഡ് ഓഫ് വെഴ്സറ്റിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇറ്റ് ഗിവ്സ് ഇസ് അൺമാച്ച്ഡ്. ഇപ്പോൾ ലവബിളോ റെപ്ലിറ്റോ റോക്കറ്റ്.ന്യൂ ഈ ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള AI കോഡിംഗ് ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അവർക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടെക് സ്റ്റാക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഫോർ സം തിങ്സ് അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു ബാക്ക് ആൻഡ് പ്രൊവൈഡർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലവബിളും അതിൻ്റെ അകത്തൊക്കെ സൂപ്പർ ബേസ് ആണ് അവർ ബാക്ക് എൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഫയർ ബേസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കസ്റ്റം സെൽഫ് ഹോസ്റ്റഡ് പോസ്റ്റ്ഗ്രസ് ഇൻസ്റ്റൻസ് എനിക്ക് ഡേറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ട്. അങ്ങനത്തെ ഓരോരോ ലൈക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്നും നല്ല സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. അതേസമയം കേഴ്സർ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ലിറ്ററലി ബിൽഡ് എനിത്തിങ് യൂസിങ് കേഴ്സർ ആൻഡ് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ആൻഡ് ഇസ് ഇറ്റ് എ ഗുഡ് തിങ് യു ആസ്ക്? വെൽ യെസ്, ബട്ട് നോട്ട് ഫോർ എവറി വൺ. ഒട്ടും ടെക്നിക്കൽ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കേഴ്സർ ക്യാൻ ബി എൻ ഓവർകിൽ. ഓഫ് കോഴ്സ് അവർക്ക് വിത്ത് ടൈം എല്ലാം പഠിച്ച് വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു ഫൗണ്ടേഷണൽ നോളജും ഇല്ലെങ്കിൽ കേഴ്സർ യൂസ് ചെയ്യുന്നത് ക്യാൻ ബി എ ബിറ്റ് ട്രിക്കി. സോ അങ്ങനത്തെ കേസിലുള്ള ആൾക്കാർക്ക് ലവബിൾ, ബോൾട്ട് അല്ലെങ്കിൽ റെപ്ലിറ്റ് പോലത്തെ ടൂൾസ് ആയിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ പ്രിഫർ ടു യൂസ് കേഴ്സർ ആൻഡ് ക്ലോഡ് കോഡ് ആൻഡ് മേ ബി വൺ ഓഫ് ദ ബ്രൗസർ ബേസ്ഡ് ടൂൾസ് ജസ്റ്റ് ഫോർ ഡമ്മി പ്രോജക്ട്സ്. സോ ദാറ്റ്സ് ബേസിക്കലി വാട്ട് ഐ പ്രിഫർ. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ ക്ലോഡ് കോഡിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ആൻഡ് മേ ബി ഐ ക്യാൻ ഓപ്പൺ എ സാമ്പിൾ പ്രോജക്റ്റ്. ഇന്നലെ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അതിവിടെ ക്ലോഡ് കമാൻഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ യു ഗോ. ഇവിടെ ഞാൻ ക്ലോഡ് കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോഡ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ടെർമിനൽ ബേസ്ഡ് CLI ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ട്രിക്കിയാണ് യൂസ് ചെയ്യാൻ. ദ കൈൻഡ് ഓഫ് പെർഫോമൻസ് ദാറ്റ് ക്ലോഡ് കോഡ് വിത്ത് Opus 4.5 ഇസ് ഏബിൾ ടു ഡെലിവർ ഇസ് ടോട്ടലി അൺമാച്ച്ഡ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല, ടെർമിനൽ ഇൻസ്റ്റൻസ് ആണ്. ആൻഡ് യു ഹാവ് ടു ഗിവ് യു പ്രോംപ്റ്റ് ഇൻ ഹിയർ. ആൻഡ് നമുക്ക് നൈസ് UIയും കാര്യങ്ങളൊന്നുമില്ല. സോ ഇറ്റ് ക്യാൻ ബി എ ബിറ്റ് ട്രിക്കി. ഓക്കെ, എൻ്റെ സബ്സ്ക്രിപ്ഷൻ എൻഡ് ആയിട്ടുണ്ട്. ബട്ട് എനിവേസ് ദിസ് ഇസ് ഹൗ യു യൂസ് ഇറ്റ്. ആൻഡ് അഗൈൻ ക്ലോഡ് കോഡ് റീസെൻ്റ് ആയിട്ട് വെബിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹൈ ലെവൽ ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാകും വാട്ട് എക്സാക്ട്ലി ഈസ് വൈബ് കോഡിംഗ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൈബ് കോഡിംഗ് വി യൂസ് ഇറ്റ് ടു ബിൽഡ് ആപ്സ് യൂസിങ് AI അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് യൂസിങ് AI. ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മാത്രം മതി. ആൻഡ് നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് വൈബ് കോഡിംഗ് ടൂൾസ് ഉണ്ട്. ബ്രൗസറിൽ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റിയ ടൂൾസ് ഉണ്ട്, നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൂൾസ് ഉണ്ട്, അതേപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ടൂൾസും ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് എത്രത്തോളം ലെറ്റ്സ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രൊഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഫൗണ്ടേഷണൽ നോളജ് ഉണ്ടെന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഐ ഓൾമോസ്റ്റ് യൂസ് കേഴ്സർ. സോ ദാറ്റ്സ് വൺ ഓപ്ഷൻ ദറ്റ് ഐ ഹാവ്. പക്ഷേ നിങ്ങൾ അത്രത്തോളം ഒരു നേവി യൂസറാണ് ആൻഡ് യു ഡോണ്ട് റിയലി ഹാവ് മച്ച് എക്സ്പോഷർ എന്നാണെങ്കിൽ ഒബ്വിയസ്ലി ലവബിളോ റെപ്ലിറ്റൊക്കെ കുഡ് ബി എ ഗുഡ് ഓപ്ഷൻ. ആൻഡ് ഈ ഒരു ചാനലിൽ തന്നെ ഐ ബിലീവ് ഒരു 1, 2, 3 വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദ വീഡിയോസിൻ്റെ അകത്ത് എനിക്കൊന്നൊരു ഫസ്ട്രേറ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലുള്ള ആളായിരിക്കാം മേ ബി, എന്നോട് വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഹൗ ഡെയർ യു പോസ്റ്റ് വീഡിയോസ് റിലേറ്റഡ് ടു വൈബ് കോഡിങ്, ഇനി മേലെ നിൻ്റെ ചാനലിൽ ഈ വൈബ് കോഡിങ്ങിനെ പറ്റി വീഡിയോ ഇട്ട് പോയത്, എനിക്ക് ഹാക്കിംഗ് അറിയാം, സെലേനിയം വെച്ച് ഞാൻ നിൻ്റെ ചാനലോ അക്കൗണ്ട് എന്തോ ഹാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. അപ്പോൾ ലൈക്ക് ഓൾ ദി അഡ്വാൻസ്മെൻറ്റ്സ് ദാറ്റ് ഹാസ് ബിൻ ഹാപ്പനിങ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ മന്ത്സ്, ഈവൻ ഞാനിപ്പോൾ ജോബിനൊന്നും പോകുന്നില്ല, ഐ ഡോണ്ട് ഡു എ ജോബ്. പക്ഷേ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു എങ്കിൽ ഐ വുഡ് ബി വറിഡ്. ടു ബി ഓണസ്റ്റ് ഐ വുഡ് ബി വറിഡ്. കാരണം ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ഓരോരോ AI ടൂൾസ് ലൈക്ക് കേഴ്സർ ഓർ വാട്ട് എവർ ടൂൾസ് ക്യാൻ ആക്ച്വലി ഡു കൈൻഡ് ഓഫ് വറീസ് മീ. കാരണം ഒരു കാര്യം ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ എനിക്കിപ്പോൾ ലിറ്ററലി 5 or 10 മിനിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഈ ഓരോ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് 5 or 10 മിനിറ്റ്സും കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ പണ്ട് 1000 ഓപ്പണിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആൻഡ് അവർക്ക് വേണ്ട മാൻ പവർ ലെറ്റ്സ് 10,000 hours ആയിരുന്നുവെങ്കിൽ, ഇപ്പോഴത്തെ നമ്മളുടെ ഓരോ ടൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഭയങ്കര അധികമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 ആളെ കൊണ്ട് ചെയ്യേണ്ട കാര്യം ഒറ്റ ഒരാളും ഒരു AI ടൂളും കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിക്വയർഡുള്ള മാൻ പവർ ഭയങ്കര അതായിട്ട് കുറവായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ടു സേ ദാറ്റ് AI വിൽ ടേക്ക് ഓവർ ആൻഡ് ഡു എവറിത്തിങ് ഫോർ യു. സോ ദാറ്റ്സ് നോട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ. പക്ഷേ ദ എഫിഷ്യൻസി ഹാസ് ഇൻക്രീസ്ഡ് ആൻഡ് ഫോർ ദ സെയിം റീസൺ ജോബ് ഓപ്പണിങ്സ് വിൽ ബി reduced drastically.
ആൻഡ് റീസെൻ്റായിട്ട് കുറേയധികം ലേ ഓഫ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആൻഡ് ദ റീസൺ ബീങ് കുറേയധികം മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ AI വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഓൾസോ ബിൽഡ് കോംപ്ലക്സ് സോഫ്റ്റ്വെയർസ് ഇൻ നോ ടൈം. ലൈക്ക് അത്രത്തോളം മാൻ പവറും എഫേർട്സ് ഇടാതെ തന്നെ ഒരു 10 ആൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന സോഫ്റ്റ്വെയർ ഒക്കെ നമുക്കിപ്പോൾ 2-3 ആളുടെ ഒരു ടീമും AI കോഡിംഗ് ടൂൾസും ഉണ്ടെങ്കിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് യു വിൽ ഹാവ് ടു അക്സെപ്റ്റ്. ആൻഡ് അത് കേട്ടുകൊണ്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ഹൈഡ് ചെയ്ത് നടന്നിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യു ഹാവ് ടു മൂവ് അലോങ് ദ ഫ്ലോ. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ഈ ഒരു AI ടൂൾസ് എൻ്റെ ജോബ് എടുക്കത്തില്ല, എൻ്റെ വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിന് ഞാൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. യു ഹാവ് ടു സ്റ്റാർട്ട് യൂസിങ് AI ടൂൾസ് ടു യുവർ അഡ്വാൻറ്റേജ്. ദാറ്റ് ഇസ് ദ തിങ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി ഡു. സോ എനി വിച്ച് വേസ് ദ കൈൻഡ് ഓഫ് അഡ്വാൻസ്മെൻറ്റ്സ് ദാറ്റ് വി ആർ സീയിങ് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ഹാസ് ബീൻ ഫിനോമിനൽ. ആൻഡ് ഇന്ന് തന്നെ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് കേഴ്സർ ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ കേഴ്സർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ട് ഡിബഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മോഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കലി ഡയഗ്നോസ് ആൻഡ് ഫിക്സ് ബഗ്സ് യൂസിങ് റൺ ടൈം ട്രേസസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ കേഴ്സറിൻ്റെ ഉള്ളിൽ തന്നെ ഹാർഡായിട്ടുള്ള എറേഴ്സൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മോഡ് തന്നെ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓരോരോ AI കോഡിംഗ് ടൂൾസും കാര്യങ്ങളൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ ഈ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദ ഫ്യൂച്ചർ ഇസ് സോ സ്കെയറി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കുറേയധികം ആൾക്കാർ പറയാറുള്ള ഒരു കാര്യമാണ് AIക്ക് ജസ്റ്റ് ടോയ് പ്രോജക്ട്സ് ആയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ റെഡി ആപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ AIക്ക് പറ്റില്ല എന്നുള്ളത്. ഒരു വർഷം മുമ്പൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ അത് സംഹൗ ഒരു കൈൻഡ് ഓഫ് വാല്യൂ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബട്ട് റൈറ്റ് നൗ ദർ ഇസ് നത്തിങ് ദാറ്റ് AI കാൺ ഡു. ഒബ്വിയസ്ലി നിങ്ങളുടെ ടെക്നിക്കൽ പ്രൊഫഷൻസിയും നിങ്ങൾ അതിനെ സ്റ്റീർ ചെയ്യാൻ നിങ്ങൾ തന്നെ വേണം ഒബ്വിയസ്ലി. പക്ഷേ ഇഫ് യു ആസ്ക് മീ ഇഫ് AI ഇസ് കേപ്പബിൾ ഇനഫ് ടു ഡു ഇറ്റ്, എക്സാക്ട്ലി യെസ് ഇറ്റ് ഈസ് കേപ്പബിൾ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ടു ഷോ യു എക്സാക്ട്ലി വാട്ട് ഐ ബിൽഡ് യൂസിങ് AI ടുഡേ. ഇവിടെ ഞാൻ ബിൽഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്, ഫ്ലെക്സി ലോക്കസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സാസ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ബിൽഡ് ചെയ്തതിൻ്റെ 80-90% ഓഫ് ഓൾ ദ കോഡ് ഇസ് റിട്ടൺ ഓൾ ബൈ AI. അപ്പോൾ ഈ കാണുന്ന ലാൻഡിംഗ് പേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനൽ ആപ്പ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേയധികം കോംപ്ലക്സ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. സോ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ചാറ്റ് ഇൻ്റർഫേസ് ഉണ്ട്, നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് അപ്പോൾ ആൾക്കാർ മോസ്റ്റ്ലി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോയ് പ്രോജക്ട്സ് ഉണ്ടാക്കാൻ മാത്രമാണ് ഈ AI യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് APIs അല്ലെങ്കിൽ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ഫ്ലോസും കാര്യങ്ങളൊന്നും നമുക്ക് ഇംപ്ലിമെൻറ്റ് AI കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കുറേ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ദാറ്റ് ഈസ് ഫ്ലെക്സി ലോക്കസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് ഇതൊരു Next.js ബേസ്ഡ് പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ കുറേയധികം കോംപ്ലക്സ് കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു Next.js ബേസ്ഡ് പ്രോജക്റ്റാണ്. ആൻഡ് അഗെയിൻ ഇതിലെനിക്ക് തോന്നുന്നു 10-20 ഐ ബിലീവ് ലൈക്ക് 30-40 ഡിഫറെൻറ്റ് API എൻഡ് പോയിൻറ്റ്സ് ഉണ്ട് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി. ഐ ബിലീവ് ഇറ്റ്സ് ഈവൻ ഹയർ. പക്ഷേ കുറേയധികം APIസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒതൻറ്റിക്കേഷൻ സിസ്റ്റം ഇതിലുണ്ട്. അത് റോൾ ബേസ്ഡ് ആക്സസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനും ബ്രാൻഡ്സിനും വേണ്ടിയുള്ള റോൾ ബേസ്ഡ് ആക്സസ് എനേബിൾ ആയിട്ടുള്ളൊരു ഒതൻറ്റിക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഡേറ്റാബേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. ആൻഡ് ഇനിയിപ്പോൾ ഫയൽ സ്റ്റോറേജിന് വേണ്ടി Cloudflare R2ൻ്റെ ഇൻറ്റിഗ്രേഷൻ ഉണ്ട്. പിന്നെ സൂപ്പർ ബേസിന് റിയൽ ടൈം യൂസ് ചെയ്തിട്ട് നമുക്ക് റിയൽ ടൈം മെസ്സേജസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി റിയൽ ടൈം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇമെയിൽസൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി ട്രാൻസാക്ഷണൽ ഇമെയിൽസും അല്ലാതെ മെസ്സേജ് നോട്ടിഫിക്കേഷനൊക്കെ വേണ്ടി റീസെൻറ്റ് യൂസ് ചെയ്തിട്ട് കസ്റ്റം SMTP ആൻഡ് ഇമെയിൽ സർവീസ് പ്രൊവൈഡർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇമെയിൽസും കവേർഡ് ആണ്. പിന്നെ ഡോഡോ പേയ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പെയ്ഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് റോൾ ഔട്ട് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ബ്രാൻഡ്സിന് ഒരു പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി പേയ്മെൻറ്റ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെബ് ഹുക്സും കാര്യങ്ങളെല്ലാം ഈസ് ഓൾറെഡി ടേക്കൺ കെയർ ഓഫ്, റൈറ്റ്. ഇനി അതുകൂടാതെ ഈ ഓരോ പ്രൊജക്റ്റിൻ്റെ അകത്ത് നമുക്ക് ബാക്ക് എൻഡിൽ കുറേയധികം ഇൻറ്റേർണൽ ടൂൾസ് ഒക്കെ വേണ്ടി വരും, റൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നോക്കുകയാണെങ്കിൽ കുറേയധികം $multi-million കമ്പനീസ് ഒക്കെ ഓൾറെഡി പാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ കുറേയധികം മാനേജ്മെൻറ്റ് സ്റ്റഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ആൻഡ് അതിനുവേണ്ടി കുറേയധികം ഇൻറ്റേർണൽ ടൂൾസ് ഒക്കെ ബിൽഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ആ ഓരോ ടൂൾസ് ഞാൻ AI യൂസ് ചെയ്തിട്ട് ഫോർ ദ മോസ്റ്റ് പാർട്ട് AI യൂസ് ചെയ്ത് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതുകൂടാതെ തന്നെ മോണിറ്ററിങ്ങിന് വേണ്ടി ഞാൻ സെൻട്രി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെൻട്രി ഈ പ്രൊജക്റ്റിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്തത് AI തന്നെയാണ്. പിന്നെ ഞാൻ പോസ്ഹോഗ് യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അതൊക്കെ സിമ്പിളാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ബട്ട് ഓഫ് കോഴ്സ് അതിൻ്റെ ഇൻറ്റിഗ്രേഷൻ പാർട്ട് എല്ലാം ടേക്കൺ കെയർ ഓഫ് ബൈ AI. പിന്നെ MCP ടൂൾസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി. പിന്നെ നമ്മളൊരു CDN യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറേ അനലിറ്റിക്സിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഫീച്ചർ പാക്ഡ് ആയിട്ട് API തൊട്ട് ഫ്രണ്ട് എൻഡ് തൊട്ട് ബാക്ക് എൻഡ് തൊട്ട് എല്ലാ കാര്യങ്ങളും ടേക്കൺ കെയർ ഓഫ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണിത്. ആൻഡ് ഇതിൻ്റെ ഒരു 80-90% ഓഫ് ദ കോഡ് ഇസ് എൻറ്റയർലി റിട്ടൺ ബൈ AI. ആൻഡ് അഗെയിൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ഹാവ് സ്പെൻഡ് hundreds of hours working on this particular project. അപ്പോൾ ഇതൊരു ടോയ് പ്രൊജക്റ്റോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ദ ഐഡിയ ഇസ് ദാറ്റ് ഓഫ് കോഴ്സ് എനിക്ക് അത്യാവശ്യം ഒരു നോളജ് ഉണ്ട് ആസ് ടു ഹൗ തിങ്സ് വർക്ക്. എനിക്കൊരു ഫൗണ്ടേഷണൽ ഇൻ്റർമീഡിയറ്റ് നോളജ് ഒക്കെ ഉണ്ട്. ആൻഡ് ഐ നോ ഹൗ തിങ്സ് വർക്ക്. സോ ദാറ്റ് ഹാസ് ഹെൽപ്ഡ്. ഇനിയിപ്പോൾ ഒരു കോഡിംഗ് നോളജും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ
ഇറ്റ് ഡിപ്പെൻസ് റൈറ്റ്. അപ്പോൾ കുറേയധികം എറേഴ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും എക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ സിമ്പിൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ദാറ്റ് ഈസ് സബ്ജക്റ്റീവ്. പക്ഷേ the point is to say this writer is a platform I built entirely using AI. So basically എക്ക് ടോയ് പ്രൊജക്ട്സ് മാത്രമല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള കുറേയധികം പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഫ്രം API ടു ബാക്ക് എൻഡ് ടു ഫ്രണ്ട് എൻഡ് ടു മൈക്രോ സർവീസസ് ടു ഡിപ്ലോയ്മെൻറ്റ് പാർട്ട്, എല്ലാ കാര്യവും എക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് റീസെൻ്റ്ലി ഒരു ബ്രാൻഡ് എന്നോട് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ചാനൽ വർക്ക് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇറ്റ്സ് കോൾഡ് ക്യൂബേൺസ്. ഡിപ്ലോയ്മെൻറ്റ് പാർട്ട് ഈസി ആക്കാനുള്ളൊരു ആണ്. സോ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്മുടെ GitHub റിപ്പോ ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ടേക്ക് കെയർ ഓഫ് പ്രിറ്റി മച്ച് ലൈക്ക് ദ ഡിപ്ലോയ്മെൻറ്റ് പാർട്ട്. ഡിപ്ലോയ് ചെയ്യും, സ്കെയിലിംഗ് ചെയ്യും, അതിൻ്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യും, എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്ത് ഡിപ്ലോയ്മെൻറ്റ്, അതായത് ഡെവോപ്പ് സ്റ്റഫിന് നിങ്ങൾ നോക്കുക വേണ്ട. All the DevOps stuff will be handled exclusively by AI. So that's the kind of era that we are living in. And I know ഇപ്പോൾ വീഡിയോൻ്റെ റെക്കോർഡിംഗ് റൺ ടൈം ഓൾമോസ്റ്റ് 20 minutes plus ആയിട്ടുണ്ട്. ആൻഡ് ഐ എക്സ്പ്ലെയിൻഡ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റഫ്. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട. മേ ബി ഞാനിവിടെ കേഴ്സർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് റൈറ്റ്. ആൻഡ് കേഴ്സർ യൂസ് ചെയ്തിട്ട് ഹൗ ടു ബിൽഡ് സംതിങ്, അതൊരു ജസ്റ്റ് ബേസിക് ഒരു ഡെമോ മാത്രമാണ് കാണിച്ചു തരുന്നത്. ഭയങ്കരധികം കോംപ്ലക്സ് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ obviously you will have to spend a lot of time, and again that's out of scope of this video right. അപ്പോൾ ബേസിക് ആയിട്ടൊരു സിമ്പിൾ പ്രോജക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആ ഒരു ബ്ലൂ പ്രിൻറ്റും കാര്യവും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഞാൻ കേഴ്സറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടൂൾസ് ഏതാണോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് മേ ബി ഇവിടെ ഞാൻ കേഴ്സറിൽ ഒരു ബ്ലാങ്ക് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് റൺ ദ കമാൻഡ് pnpx create next app @latest. ഒരു Next.js ബേസ്ഡ് പ്രൊജക്റ്റാണ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ I'll quickly go ahead and install the same. ഓക്കെ, സോ അതവിടെ ഇൻസ്റ്റാൾ ആവട്ടെ. ആൻഡ് അഗൈൻ ഇതാണ് കേഴ്സറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ഡു യു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് കേഴ്സർ യു ആസ്ക്? വെൽ, ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് ഇവിടെ നമുക്കൊരു ഏജൻറ്റ് പാനൽ കാണാൻ പറ്റും. ആൻഡ് നമുക്ക് എന്ത് തരം സോഫ്റ്റ്വെയർ ആണോ, ആപ്പാണോ, വെബ്സൈറ്റ് ആണോ, വാട്ട് എവർ ദാറ്റ് യു വാണ്ട് ടു ബിൽഡ്, യു ജസ്റ്റ് ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ ഹിയർ. ആൻഡ് ഇവിടെ ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ലെറ്റ്സ് സേ അതിൻ്റെ ഡെവ് സെർവർ റൺ ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് 3000. Maybe I can make it a bit smaller. നമുക്കിവിടെ Next.jsൻ്റെ ബോയിലർ പ്ലേറ്റ് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൂൾ, നമുക്ക് കുറേ ആൾക്കാർക്കെങ്കിലും അറിയുന്ന ഒരു ടൂളായിരിക്കും CalAI എന്ന് പറയുന്നത്. സോ CalAI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി ലൈക്ക് ലെറ്റ്സ് സി ഒരു കാലറി ട്രാക്കിംഗ് ആപ്പാണ് റൈറ്റ്. ആൻഡ് ഇവരുടെ എനിക്ക് തോന്നുന്നു ദേ ആർ മേക്കിംഗ് വെൽ ഓവർ $3 million പെർ മന്ത്. 1 million ആണോ 3 million ആണോ പെർ മന്ത് ഉണ്ടാക്കുന്ന ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് ആൻഡ് iOS ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോൺ, ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വെബ് വേർഷൻ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ്. അഗൈൻ നത്തിങ് കോംപ്ലെക്സ്, ലൈക്ക് വെരി കോംപ്ലെക്സ് ഇവിടെ ഇല്ല. ഐ നോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമാണ്. ആൻഡ് അഗൈൻ ഐ യൂസ് Opus 4.5. ആൻഡ് അഗൈൻ ഏജൻറ്റ് മോഡിന് പകരം ഞാൻ പ്ലാൻ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാം. ആൻഡ് നൗ എനിക്ക് പോയിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. I want to build a calorie tracking app where users can upload a picture of a food item that they have, and our app will analyze the image using AI and find all the calorie and ingredients and display the same on the screen. So it is basically a calorie tracking app for health conscious people. And for analyzing the images, I plan to use OpenAI API. So this writer is the initial prompt I'll begin with. And വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. I have already set up Next.js and you can take it up from here. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോംപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ പ്രോംപ്റ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഐ വോണ്ട് ടു ബിൽഡ് എ കാലറി ട്രാക്കിംഗ് ആപ്പ്. യൂസേഴ്സിന് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റണം. ആൻഡ് നമ്മൾ AI യൂസ് ചെയ്ത ഫോട്ടോ അനലൈസ് ചെയ്യും. ആൻഡ് അതിൽ ഇൻഡിവിജ്വൽ കോമ്പോണൻസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കാലറീസ് ട്രാക്ക് ചെയ്ത് നമ്മുടെ ആപ്പിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് OpenAI API ആണ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ആൻഡ് Next.js പ്രൊജക്റ്റാണ്. ആൻഡ് ഐ ഹാവ് ഓൾറെഡി സെറ്റ് ഇറ്റ് അപ്പ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടുന്ന് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗൈൻ ഞാനിവിടെ പ്ലാൻ മോഡിലാണ് ഇത് വെച്ചേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് വാട്ട് വിൽ ഡു ഐ ഗോ ആൻഡ് ക്ലിക്ക് ഓൺ ദ സെൻഡ് ബട്ടൺ റൈറ്റ് ഹിയർ. ആൻഡ് നോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദി AI വിൽ ഗോ ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദ സെയിം. അപ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രൊജക്ട് ഫയൽസും സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പ്ലാൻ മോഡിലാണുള്ളത്. അപ്പോൾ കേഴ്സർ നമ്മളുടെ ലൈക്ക് കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് ഇറ്റ് വിൽ കം അപ്പ് വിത്ത് എ പ്ലാൻ. ആൻഡ് കേഴ്സർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആസ്ക് ദ സെയിം. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡു യു വാണ്ട് യൂസർ ഓതൻറ്റിക്കേഷൻ? നോ. ഇപ്പോൾ ഒരു സിമ്പിൾ ആപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ സൂപ്പർ ബേസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കൊരു ഓതൻറ്റിക്കേഷനോ അല്ലെങ്കിൽ ഡേറ്റാബേസ് ഒക്കെ ആഡ് ചെയ്യാം. ഡേറ്റാബേസ് ഇപ്പോൾ എനിക്ക് വേണ്ട. ഓക്കെ, കീപ്പ് ഇറ്റ് സിമ്പിൾ, ജസ്റ്റ് ഇമേജ് അപ്ലോഡ് ആൻഡ് അനാലിസിസ്. ആൻഡ് അഗൈൻ ഇതിപ്പോൾ ഒരു ടോയ് പ്രൊജക്റ്റ് പോലത്തെ ഒരു സിമ്പിൾ പ്രൊജക്റ്റാണ് ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചധികം കോംപ്ലക്സ് ആയിട്ടുള്ള റിയൽ ടൈമോ അങ്ങനെ കുറേയധികം കോംപ്ലക്സ് ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള ആപ്സൊക്കെ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹെഡ് ഓവർ ടു ദിസ് ചാനൽ റൈറ്റ് ഹിയർ. ആൻഡ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറേയധികം ലൈക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്ട്സും ഓരോ AI ടൂൾസിനെ പറ്റിയുള്ള കുറേയധികം വീഡിയോസ് ഈ ഒരു ചാനലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് സ്റ്റഫാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി വിസിറ്റ് ദ ചാനൽ ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് യുവർ സെൽഫ്. ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാണാൻ പറ്റും
കേഴ്സർ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർക്കിടെക്ചർ ഓവർവ്യൂ കാണാൻ പറ്റും. ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ Next.js 16. ഓക്കെ, GPT-4o വിഷൻ API ആണ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി GPT-5 യൂസ് ചെയ്താൽ മതി എനി ചോയ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസോടെ കാണാൻ പറ്റും. ആൻഡ് ഞാൻ ഇനിയിപ്പോൾ ഇവിടുത്തെ ബിൽഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദി AI വിൽ ഗോ ഹെഡ് ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് ദി ആപ്പ്, റൈറ്റ്? ഞാനിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആസ് യു ക്യാൻ സി AI തന്നെ ഇപ്പോൾ ഓരോരോ ഫയൽസ്, നമ്മളുടെ പ്രൊജക്റ്റുള്ള ഓരോരോ ഫയൽസ് കൂടെ പോയിട്ട് അതിനുശേഷം ഏതൊക്കെ പാക്കേജസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഷാഡ്സിയൻ UI യൂസ് ചെയ്യാൻ വേണ്ടി അത് എനിക്കൊന്ന് കോൺടാക്ട് 7 API യൂസ് ചെയ്തു അല്ലേ, MCP. Okay, in which ways I can click on run. So basically the AI has started working, and ഇപ്പോൾ within a couple of minutes the AI will come up with like the initial version of the app. ആൻഡ് ഇതിന് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഓരോ വട്ടവും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളുടെ പെർമിഷൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൂലി ഒരു യോളോ മോഡിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദി AI വിൽ ഇറ്റ് സെൽഫ് ടേക്ക് ഡിസിഷൻ. ലൈക്ക് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അലോ ഞെക്കേണ്ട കാര്യം ഉണ്ടാവത്തില്ല. ബട്ട് എനി വിച്ച് വേസ് ലെറ്റ് ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും AI വന്നിട്ട് ഒരു കപ്പിൾ ഓഫ് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യണം, അതിൻ്റെ പെർമിഷൻസ് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ റൺ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് ഇപ്പോൾ ഈ ഓരോ പാക്കേജസ് ഈ പ്രൊജക്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയിട്ട് റൺ എവറിത്തിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ദി AI itself can go ahead and install packages without me having to do anything. In which ways I'll just wait for the AI to complete everything and I'll see you afterwards. Alright, so അപ്പോൾ AI നമ്മളുടെ ഇനീഷ്യൽ വേർഷൻ ഓഫ് ദി ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രിവ്യൂ കാണാൻ പറ്റും. മേ ബി ഞാൻ ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ആൻഡ് ബേസിക് വേർഷൻ ഓഫ് ദി ആപ്പ് ദാറ്റ് ദി AI ഹാസ് ക്രിയേറ്റഡ്. ആൻഡ് ഈ ഒരു ആപ്പ് ഇപ്പോൾ ഫംഗ്ഷനൽ അല്ല. ഇത് ഫംഗ്ഷനൽ ആവണമെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ഓപ്പൺ AI API കീ കിട്ടിയിട്ട് അത് നമ്മുടെ .env.local ഫയൽ കൊണ്ട് ആഡ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് platform.openai.com പോവാം. എനിക്കിവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ്സ് ലോഡഡ് ആണ്. അപ്പം ഞാൻ ചെന്നിട്ട് API കീസ് ക്രിയേറ്റ് എ ന്യൂ റെസിപ്പി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കീ ക്രിയേറ്റ് ചെയ്യാം. I'll copy the same. എന്നിട്ട് ഇവിടെ നമുക്കൊരു .env.example ഫയൽ ഉണ്ട്. അപ്പം നമുക്കത് വെച്ച് തന്നെ ഒരു പുതിയത് ക്രിയേറ്റ് ചെയ്യാം. .env.local എന്നിട്ട് OpenAI API കീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഒരു OpenAI API കീ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ദാറ്റ് ഷുഡ് ബി ഇറ്റ്. ആൻഡ് ഇനിയിപ്പോൾ ഹോപ്പ്ഫുള്ളി ഇറ്റ് വർക്ക്സ്. ഞാൻ പോയിട്ടൊരു ബർഗറിൻ്റെ ഫോട്ടോ കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ഇമേജസിൽ വന്നിട്ട് ഒരു ബർഗറിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം ക്വിക്ക്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് ഓക്കെ അതിൻ്റെ ഹൈ ക്വാളിറ്റി വൺ. ഓക്കെ, ആൻഡ് ഈ ഒരു ബർഗറിൻ്റെ ഇമേജ് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ നമ്മുടെ ആപ്പ് വിസിറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ് വർക്ക്സ്. സോ ഇതാണ് ആ ബർഗറിൻ്റെ ഇമേജ്. ആൻഡ് I'll upload the same and click on analyze food. And it says analyzing. So let's wait. നമ്മുടെ കേഴ്സറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആസ് യു ക്യാൻ സി ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ API എൻഡ് പോയിന്റിലേക്ക്. ആൻഡ് there you go. ചീസ് ബർഗർ വിത്ത് ലെറ്റീസ് ആൻഡ് ടൊമാറ്റോ. 700 calories ആണുള്ളത്. 45 grams പ്രോട്ടീൻ ഉണ്ട്, 50 gram കാർബ് ഉണ്ട്, 35 grams ഫാറ്റ് ഉണ്ട്, 3 grams ഫൈബർ ഉണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ ഐറ്റംസും അവരുടെ കാലറീസും ക്വാണ്ടിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ച് ഹെൽത്ത് ടിപ്സും ഇത് തരുന്നുണ്ട്. ഓക്കെ, സോ ദ ബേസിക് വേർഷൻ ഓഫ് ദി ആപ്പ് ഇസ് ഇൻഡീഡ് വർക്കിംഗ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് വേണമെങ്കിൽ സൂപ്പർബേസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവൈഡർ ആഡ് ചെയ്തിട്ട് എനിക്കൊരു ഡേറ്റാബേസ്, ഒതൻറ്റിക്കേഷൻ, ഫയൽ സ്റ്റോറേജ് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് നൗ ഇതൊരു സിമ്പിൾ ആൻഡ് ബേസിക് ആപ്പാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു ദ ഫ്ലോ. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഒറ്റ സിംഗിൾ എന്താ പറയുക പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് ദി AI വാസ് ഏബിൾ ടു ക്രിയേറ്റ് ദിസ് എൻറ്റയർ ആപ്പ്. ആൻഡ് അഗൈൻ ഒരു കോഡിംഗ് അറിയുന്ന ഒരാളാണ് ഈ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിലും ഇത്രയും ഒരു UIയും ഇത്രയും ഇംപ്ലിമെൻറ്റേഷനും ഉള്ള ഒരു ആപ്പ് മാനുവലി ബൈ ഹാൻഡ് കോഡ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ ട്രസ്റ്റ് മീ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് ലെറ്റ്സ് സേ 3 to 5 hours ടു ക്രിയേറ്റ് ദിസ് തിങ്, റൈറ്റ്? അപ്പോൾ അത്രയും ടൈം എടുക്കേണ്ട സംഭവമാണ് ഇപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് കൊണ്ട് AI യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ഹൗ ഇറ്റ് ഓൾ വർക്ക്സ്. ആൻഡ് ബൈ നോ മീൻസ് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് പ്രോജക്റ്റ്. ഐ ഗെറ്റ് ഇറ്റ്, ഇറ്റ്സ് എ ടോയ് പ്രോജക്റ്റ്. എനിക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വൈപ്പ് കോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ MRR ഉള്ള കുറേയധികം ടൂൾസിൻ്റെ ലൈക്ക് ട്വിറ്ററിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ടൂൾസിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ജനറൽ സെൻസ് ഓഫ് ഐഡിയ കിട്ടും ആസ് ടു വാട്ട് ഇസ് പോസിബിൾ ടു ബിൽഡ് യൂസിങ് AI. സോ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് ഐ വാണ്ടഡ് ടു ഷോ യു. ഇനിയിപ്പോൾ എനിക്കൊരു വലിയൊരു ക്വസ്റ്റൻ അഡ്രസ്സ് ചെയ്യണം. AI ടൂൾസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കോഡിംഗ് നോളജും ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾക്ക് എന്നിട്ട് ഇങ്ങനെ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാൻ പറ്റുമോ? ദ ആൻസർ ഇസ് കൈൻഡ് യെസ് ബട്ട് ഓൾസോ നോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫൗണ്ടേഷണൽ നോളജ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് നോളജ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ബിഗ് ടൈം. കാരണം
ഒരു നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ദർ ഫാസ്റ്റർ. ആൻഡ് എ നിങ്ങളൊരു കമ്പാനിയനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റിയർ ദി എ ആൻഡ് ഇതൊക്കെയാണെങ്കിൽ ബിൽഡ് ചെയ്യേണ്ട നിങ്ങളുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സോളിഡ് ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഗോയിങ് ഇൻസ്റ്റൻ്റ്ലി. ആൻഡ് അഗെയിൻ നമുക്കിതിൽ കുറേ ആർക്കിടെക്ചറൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ഏത് സർവീസ് പ്രൊവൈഡർ യൂസ് ചെയ്യണം, എന്ത് ടെക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രണ്ട് എൻഡ് വേണം നിങ്ങൾക്ക് റിയാക്ട് യൂസ് ചെയ്യണോ, വ്യൂ യൂസ് ചെയ്യണോ, ഇനി ഏത് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തും ഏത് ലൈബ്രറി യൂസ് ചെയ്യണം, ജാവ സ്ക്രിപ്റ്റ് വേണോ, ടൈപ്പ് സ്ക്രിപ്റ്റ് വേണോ, ഇനി സെപ്പറേറ്റ് ഒരു ബാക്ക് എൻഡ് വേണോ, അല്ലെങ്കിൽ ബാക്ക് എൻഡ് വേണമെങ്കിൽ തന്നെ പൈത്തണിൽ വേണോ അതോ നോഡ് മതിയോ, അങ്ങനെ കുറേ അധികം ആർക്കിടെക്ചറൽ ഡിസിഷൻസ് എടുക്കാനുണ്ടാവും. ആൻഡ് ഏത് പാക്കേജസ് യൂസ് ചെയ്യണം, ഓരോരോ സർവീസസിന് കുറേ അധികം സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ ആഡ് ചെയ്യുന്നത് സൂപ്പർ ബേസ് ഉണ്ട്, നമുക്ക് ആപ്പ് റൈറ്റ് ഉണ്ട്, നമുക്ക് ഫയർ ബേസ് ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഡേറ്റാ ബേസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ ബേസ് ഉണ്ട്, നിയോൺ ഉണ്ട്, കസ്റ്റം പോസ്റ്റ്ഗ്രസ് SQLൻ്റെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫയർ ബേസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ സ്റ്റോറേജ് ആഡ് ചെയ്യണം നമുക്ക് സൂപ്പർ ബേസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്ലൗഡ് ഫ്ലെയർ R2 ആഡ് ചെയ്യാം, ആമസോണിൻ്റെ S3 ആഡ് ചെയ്യാം, അങ്ങനെ നമുക്ക് കുറേ ഡിസിഷൻസ് മേക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഏതാണ് ബെസ്റ്റ്, ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടർ എല്ലാം അക്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു ഫ്ലെക്സി ലോക്കസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ബിൽഡ് ചെയ്തു. അതിനെ വിട്ടുപോയ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സോഷ്യൽ ഓത്ത് ഫ്ലോയും കൂടി ഉണ്ട്. അത് ഇൻഡിവിജ്വൽ ക്രിയേറ്റേഴ്സിന് വന്നിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം വന്നിട്ട് അവരുടെ എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്സ്, യൂട്യൂബ് അക്കൗണ്ടിലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്റ്റ്ലി പുൾ ചെയ്തിട്ട് നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് നമ്മുടെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഫാക്ട് ഞാൻ ആക്ച്വലി ഒരു ഇതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അത് ക്രോൺ ജോബ്സും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പീരിയോഡിക്കലി ഈ ഒരു ഇൻ്റർവെല്ലിൽ ഈ ഓരോരോ സ്റ്റാറ്റിസ്റ്റിക്സ് റീഫെച്ച് ചെയ്യണമെന്നുണ്ട്, ആ ഒരു സിസ്റ്റം കൂടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സോഫ്റ്റ്വെയർ അതേപോലത്തെ ഒരു സാസ് ഒരു കോഡിംഗ് നോളജ് ഇല്ലാത്ത ഒരാളെ കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട്ഫുള്ളാണ്. കാരണം ദേ വിൽ ഗിവ് അപ്പ് ഈവൻ ബിഫോർ ദേ ഗെറ്റ് സ്റ്റാർട്ടഡ്. കാരണം ഒരു സോളിഡ് പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ ഒരു അത്രത്തോളം ഒരു ഫൗണ്ടേഷൻ നോളജ് ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ബിറ്റ് ഡിഫിക്കൾട്ട്. ക്രിയേറ്റിംഗ് കോംപ്ലെക്സ് അങ്ങനത്തെ കുറേ പ്രോജക്ട്സിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ ഇതേപോലെ ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ, ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ അത്രത്തോളം കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻവോൾവ് ആവാത്ത പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി ഈവൻ എ നേവ് യൂസർ ക്യാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ബിൽഡ് സംതിങ്. അപ്പോൾ ഒരു കോഡിംഗ് നോളജ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇവൻച്വലി ദേ ക്യാൻ ഗെറ്റ് ദർ. ചെയ്യാൻ പറ്റായികയൊന്നുമില്ല, പക്ഷേ ദ ജേർണി വോണ്ട് ബി ദാറ്റ് ഈസി. കുറച്ചധികം കോഡിംഗ് നോളജും കുറച്ചധികം ഫൗണ്ടേഷൻ നോളജും ഇൻ്റർമീഡിയറ്റ് സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് മീ യു ക്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. സോ ദാറ്റ് ഈസ് ബേസിക്കലി സംതിങ് ദാറ്റ് യു വിൽ ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് എക്സാക്ട്ലി ഈസ് വൈബ് കോഡിങ്ങിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ടൂൾസ് ഏതാണ്, ഹൗ ഡസ് ഇറ്റ് വർക്ക്, വാട്ട് ക്യാൻ യു ബിൽഡ് ആൻഡ് സംതിങ് യൂസിങ് AI ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്ലോയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ആൻഡ് ഇവിടെ ഞാനിപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ അധികം ഒന്നും കവർ ചെയ്തിട്ടില്ല. ആൻഡ് അഗൈൻ കുറേ അധികം ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. ആൻഡ് അതൊന്നും ഒറ്റ വീഡിയോയിൽ ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ പോയാൽ മതി. അവിടെ കുറേ അധികം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഏരിയ ടച്ച് ചെയ്യുന്ന കുറേ അധികം വീഡിയോസ് ഉണ്ട്, കുറേ അധികം ടൂൾസ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് കുറേ അധികം റിസോഴ്സസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ബോട്ടം ലൈൻ ഇസ് AI is here to stay and AI ബബിൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ദി AI ഹൈപ്പ് ആൻഡ് ഓൾ ദാറ്റ് കമ്പനീസിൻ്റെ വാല്യുവേഷൻ അതൊക്കെ ഒരു ബബിളായിരിക്കാം, പക്ഷേ ദസ് നോ ഗോയിങ് ബാക്ക്. ഇപ്പോൾ എല്ലാ കമ്പനീസും ഡിഫറെൻറ്റ് വേസ് കണ്ടുപിടിക്കുകയാണ് AI ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ആപ്സിലും ഈക്കോ സിസ്റ്റത്തിലും. ആൻഡ് റൈറ്റ് നോ വി ആർ സോ ഡിപ്പെൻഡൻറ്റ് ഓൺ AI. അപ്പോൾ ഈ AI ബബിളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ എന്തൊക്കെ AI നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ റോൾ ബാക്ക് ചെയ്തിട്ട് പ്രീവിയസ് സ്റ്റേറ്റിൽ നമ്മൾ പോയിട്ട് ആ ഒരു സ്റ്റേറ്റായിരിക്കും നമ്മളുടെ നോർമൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ യു ഗൈസ് ആർ സീരിയസ്ലി you guys are seriously wrong. Okay, so AI is here to stay, but AI ബബിൾ കോൺസെപ്റ്റിൽ വരികയാണെങ്കിൽ നമ്മളുടെ AI കമ്പനീസിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ചധികം ക്വസ്റ്റനബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് AI ഈസ് ഹിയർ ടു സ്റ്റേ ആൻഡ് എംബ്രേസ് AI ആൻഡ് സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ടു യുവർ അഡ്വാൻറ്റേജ് ആൻഡ് ദാറ്റ്സ് ഓൾ ദാറ്റ് ഐ ഹാവ് ടു സേ. ആൻഡ് അഗൈൻ വൈബ് കോഡിങ്ങിനെ പറ്റി ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പാർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോ ടോപ്പിക്സിനെ പറ്റി നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് ഐ മേക്ക് ഷുവർ ടു മേ ബി ലെറ്റ്സ് സേ ക്രിയേറ്റ് വീഡിയോസ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇതൊരു വൈബ് കോഡിങ്ങിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ അല്ലെങ്കിൽ അതാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തത്. ഇനിയിപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കോംപ്ലെക്സ് പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ആൻഡ് ഐ ട്രൈ ടു മേക്ക് ദോസ് വീഡിയോസ് ഹാപ്പൻ. അപ്പോൾ അത്രയൊക്കെ എന്തായാലും ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നുള്ളൂ. ആൻഡ് അഗൈൻ ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ഇഫ് യെസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ആൻഡ് വേണമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കുക. ആൻഡ് യാ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ് ആൻഡ് ഐ വിൽ സീ യു ദി നെക്സ്റ്റ് വൺ.